രാജീവ് ചന്ദ്രശേഖരനോട് എനിക്ക് ചോദിക്കാനുള്ളത് ഒന്നേയുള്ളൂ. അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തന പാരമ്പര്യം നിങ്ങൾക്കറിയാമോ? 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ SFI യൂണിറ്റ് സെക്രട്ടറിയായി തുടങ്ങിയതാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം. ഫറൂഖ് കോളേജ് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ക്ലാസ് റെപ്രസെന്റേറ്റീവായി. 1994 കോളേജ് യൂണിറ്റ് പ്രസിഡന്റായി. 1996-97 കാലഘട്ടത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കൗൺസിലറും പിന്നീട് യൂണിയൻ ഭാരവാഹിയുമായി. ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി, സംസ്ഥാന ഭാരവാഹി എന്നീ നിലകളിൽ പ്രവർത്തിച്ചു. 2017 അഖിലേന്ത്യാ ഡിവൈഎഫ്ഐയുടെ പ്രസിഡന്റായി. 2021 ബേപ്പൂരിൽ നിന്ന് ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടതാണ് അദ്ദേഹത്തിന്റെ നിയമസഭയിലെത്തിയത്. ഈ ചരിത്രം, ഇതുപോലുള്ള ഒരു ചരിത്രം ശ്രീ രാജീവ് ചന്ദ്രശേഖരന് പറയാനുണ്ടോ എന്ന് ഞാൻ വളരെ വിനയത്തോടു കൂടി തന്നെ ചോദിക്കുകയാണ്. അങ്ങില്ലെങ്കിൽ വ്യക്തമാക്കണം. ഇതൊന്നും ഏതെങ്കിലും മിസ് കോളിന്റെ അടിച്ച് BJP മെമ്പർഷിപ്പ് എടുത്ത പോലെ എളുപ്പമുള്ള കാര്യമല്ല. മിസ്ഡ് കോൾ അടിച്ച് BJP മെമ്പർഷിപ്പ് എടുക്കുന്ന പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല. കഠിനാധ്വാനത്തിലൂടെയും പോരാട്ടങ്ങളിലൂടെയും കെട്ടിപ്പടുത്തതാണ് ഈ രാഷ്ട്രീയ ജീവിതം എന്ന് പറയുന്നത്. 2023 മന്ത്രി റിയാസ് ഇവണെ വിവാഹം കഴിക്കുന്നത്. അതിനും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അദ്ദേഹം രാഷ്ട്രീയത്തിലുണ്ട്. അദ്ദേഹത്തെ മരുമോൻ എന്ന് ആക്ഷേപ രീതിയിൽ വിളിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക, കേരളത്തിലെ വീടുകളിൽ മരുമോൻ എന്നത് വളരെ ആദരവോടെയും സ്നേഹത്തോടെയും സ്വീകരിക്കപ്പെടുന്ന ഒരു പദവിയാണ്. ചില വീടുകളിൽ മാത്രം അത് പ്രശ്നമായിരിക്കും. അതിന്റെ ഈ ചരിത്രമൊക്കെ അറിയാവുന്നവർക്ക് അറിയാം ഏതൊക്കെ വീടുകളിലാണെന്ന്. ആ ശീലം രാജീവ് ചന്ദ്രശേഖരും BJPക്കും ഇങ്ങോട്ട് എടുക്കേണ്ട കാര്യമില്ല. ഒരു വീട്ടിലെ 2 പേരെ ക്ഷണിക്കാമോ എന്ന് ചോദിക്കുന്ന BJP നേതാവ് ഒരു കാര്യം വ്യക്തമാക്കണം. 2 പേരും യോഗ്യതയുള്ളവരല്ലേ? ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി അങ്ങനെ ആക്ഷേപിക്കാൻ പാടുണ്ടോ? സംസ്ഥാനത്തെ തെരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിയാണല്ലോ റിയാസ്. ഓടുപൊത്തി ഇറങ്ങിയ ആളൊന്നും അല്ലല്ലോ റിയാസ് എന്ന് പറയുന്നത്. റിയാസിന്റെ അവകാശത്തിൽപ്പെട്ട കാര്യമല്ലേ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സാധാരണഗതിയിലുള്ള പ്രോട്ടോകോളിന്റെ അടിസ്ഥാനത്തിലുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് വിളിക്കേണ്ടതല്ലേ? രാജീവ് ചന്ദ്രശേഖരൻ ആ സ്റ്റേജിൽ കയറിയിരുന്നത് ഏത് ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്? കാണുന്ന സ്റ്റേജിലൊക്കെ കയറിയിരിക്കാനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ടോ? അങ്ങനെ ഒരു എക്സംഷൻ ഇന്ത്യ രാജ്യത്ത് നൽകിയിട്ടുണ്ടോ രാജീവ് ചന്ദ്രശേഖരൻ? BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആണെങ്കിൽ CPMന്റെ സംസ്ഥാന പ്രസിഡന്റിനെയും കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെയും അടക്കം CPIയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള നേതാക്കന്മാരെ വേദിയിൽ ഇരുത്തണ്ടേ? രാജീവ് ചന്ദ്രശേഖരന് മാത്രം 2 കൊമ്പുണ്ടോ? എങ്ങനെയെങ്കിലും വലിഞ്ഞു കയറി സ്റ്റേജിൽ ഇരുന്ന ശേഷം യോഗ്യതയുള്ളവരെ പുറത്താക്കിയ ശേഷം അനാവശ്യമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള വിമർശനം കൊണ്ടുവരികയാണ്.